ഹായ് ഇറ്റ്സ് മീ ഷനീഫ്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ സീരീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്തുള്ള കണ്ടന്റ്സ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന അനാലിസിസും ചാർട്ട് അനാലിസിസ്, അതുപോലെ ട്രേഡ് എക്സിക്യൂഷൻസ്, വീക്ക്ലി നാരേറ്റീവ്, ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ഞാനൊരു ജേണൽ പോലെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണോ അനാലിസിസ് ചെയ്യുന്നത് അത് റെക്കോർഡ് ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാർട്ട് കാണാം, യുടെ ചാർട്ട് കാണാം. ഞാനിവിടെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇനി ഞാൻ മാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും കാണിക്കുക.
ഇനി ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ വീക്കിലിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യുന്നത് പ്രീവിയസ് വീക്ക് ലോയും പ്രീവിയസ് വീക്ക് ഹൈയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഓൾറെഡി ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ലോയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് വീക്കിലിയില്, ഈ വീക്കില്. അതിനുശേഷം അതിന് മുമ്പത്തെ വീക്കിലി ലോയും ടാപ്പ് ചെയ്തതിനു ശേഷമാണ് മാർക്കറ്റ് മുകളിലോട്ട് വന്നിരിക്കുന്നത്. അത് ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ വീക്കിലി ഒരു വോളിയം ബാലൻസ് ഉണ്ട്. അത് ഓൾറെഡി ഇവിടെ ഫിൽ ആയിട്ടുണ്ട്. ഈ മാർക്കറ്റ് ഈ വീക്ക് ക്ലോസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പൊ കറന്റ് ഇത് ഫിൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഡെയിലിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെയിലി FPG ഉണ്ടായിരുന്നു ഇവിടെ, അത് ഓൾറെഡി ഇവിടെ ഫില്ലായി. ബട്ട് ഇവിടെ സ്റ്റിൽ ഇപ്പോഴും അൺഫില്ലായി കിടക്കുന്നത് വോളിയം ബാലൻസ് ആണ്. ഡെയിലിയിൽ ഒരു വോളിയം ബാലൻസ് ഉണ്ട്, അത് ടാപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഫില്ലായിട്ടില്ല. പിന്നീട് മാർക്ക് ചെയ്തിരിക്കുന്ന ഡെയിലിക്കകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ഡെയിലി സ്വിംഗ് ഹൈ ഉണ്ട്, ഫ്രാക്ടൽ ഹൈ ആണ്. ആ ഒരു ഫ്രാക്ടൽ ഹൈ ഇവിടെ നിൽപ്പുണ്ട് ഇപ്പോഴും. ഇത്രയാണ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഡോളറിലും കൂടെ ഞാൻ മാർക്ക് ചെയ്തതിനു ശേഷം എൻ്റെ ഒരു വ്യൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, ഡോളർ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഡോളറിൽ മാർക്ക് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്യാം. വീക്ക്ലിയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് വീക്ക് ഹൈയും പ്രീവിയസ് വീക്ക് ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് വീക്ക് ഹൈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് മുൻപത്തെ വീക്കിലെ ഹൈയും ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞാൻ മാർക്ക് ചെയ്തിട്ട് പ്രീവിയസ് വീക്ക് ലോയുടെ താഴെയുള്ള ഒരു വീക്ക് കൂടെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ലെവലാണത്. അതിനുശേഷം ഞാൻ ഡെയിലിക്കകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു ഡെയിലി സ്വിംഗ് ലോ ഉണ്ട്, ഫാക്ടർ ലോ ആണത്. അതിവിടെ മാർക്കറ്റ് ഓൾറെഡി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഡെയിലി SVG ഉണ്ടായിരുന്നു, അത് മാർക്കറ്റ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ വീക്കിലി കറന്റ് വീക്ക് ഹൈ എന്ന് പറയുന്നത് മൺഡേയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അത് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ആ വീക്കിലെ വീക്കിലി ഹൈയോ അല്ലെങ്കിൽ വീക്കിലി ലോയോ ഫോം ആകുന്നത്. സോ ഓൾറെഡി മൺഡേ ആണ് ഇപ്പോൾ വീക്കിലി ഹൈ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ 4 ഹവറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിക്വിഡിറ്റി വോയിഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ മാർക്കറ്റ് ഫില്ല് ചെയ്തതിന് ശേഷം ഇത് തിരിച്ച് ചെറിയൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ രണ്ടിലും മാർക്ക് ചെയ്തതിനു ശേഷം, അതായത് ഡോളറിലും US-ലും എൻ്റെ അനാലിസിസിന് ശേഷം എനിക്ക് ഇപ്പോഴും കൃത്യമായിട്ടൊരു ബയാസ് ഇല്ല. സോ എനിക്ക് കൃത്യമായിട്ടൊരു ഡെയിലി ബയാസ് ഉള്ള ദിവസങ്ങളിൽ മാത്രമേ ട്രേഡ് എടുക്കത്തുള്ളൂ. ഇന്നത്തെ ഡേ ഇനി ക്ലോസ് ചെയ്യാൻ ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറുണ്ട്. അതിന് ശേഷമായിരിക്കും ഞാൻ കൃത്യമായിട്ട് ഒരു അനാലിസിസിലോട്ട് എത്തുക. ഇപ്പോൾ ഡെയിലി മാർക്കറ്റ്, അതായത് ഒരു ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഒരു 50% ലെവലിന് താഴത്തോട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. സോ ഇത് ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ഞാൻ USD ഒരു ബെയറിഷ് ബയാസിലോട്ട് കൺഫേം ആയിട്ട് എത്തുന്നതായിരിക്കും. അത് ഇപ്പോഴും ഞാൻ കൺഫേം ആയിട്ടില്ല, അത് നാളെ രാവിലെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം അനാലിസിസിന് ശേഷം. ഒരു 1.5 മണിക്കൂർ ഇനിയുണ്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാൻ. അതിനുശേഷം രാവിലെ ഞാൻ ഒന്നുകൂടെ അനാലിസിസ് ചെയ്തിട്ട് ആ വീഡിയോ ഞാൻ ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജേണലിംഗ് വീഡിയോസ്. സോ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.